ൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം മോഹൻലാൽ അസിനെ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് പറഞ്ഞ പോലെ ആ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകൾ പോലും കോളേജുകൾ പോലും ഡ്രഗ്സിന്റെ ബിസിനസിന്റെ സെന്റേഴ്സായി മാറുന്നു. ഇന്ന് ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഓരോ പോയിന്റ് എടുത്തിട്ട് ഇവിടെയൊക്കെ ഡ്രഗ്സിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി. ഓരോ പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഡ്രഗ്സിന്റെ കേന്ദ്രം, ഇവിടെ ഡ്രഗ്സിന്റെ കേന്ദ്രം, ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അത് നമ്മളെ പിടിച്ച് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് കലയുടെ, അവിടെയാണ് കായികത്തിന്റെ പ്രസക്തി. ഞാൻ MLA ആയപ്പോൾ മുതൽ എന്നെ മണ്ഡലത്തിൽ സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നാണ് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒരു ടർഫ് തുടങ്ങി, 2 ടർഫ് കൂടെ തുടങ്ങാനുള്ള പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് അത് സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, പറ്റുമെങ്കിൽ ഒരു കലയുടെ കേന്ദ്രം കൂടി ഞങ്ങളുടെ മണ്ഡലത്തിൽ തുടങ്ങിയാൽ കഴിയും. അങ്ങക്ക് സ്ഥലം വേണമെങ്കിൽ കുറച്ച് സ്ഥലം ഞാൻ വിട്ടുതരാമെന്ന് ഓഫർ ചെയ്യുക. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 1 ഏക്കർ ഭൂമി ഒരാൾ വിട്ടു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് സ്ഥലം റെയിൻബോയ്ക്ക് വേണേൽ വിട്ടുതരാം, വന്ന് തുടങ്ങണം. പക്ഷെ അവിടുത്തെ കുട്ടികളെ കായികത്തിൽ മാത്രമല്ല കലയിലും കൂടി പ്രോത്സാഹിപ്പിക്കുവാൻ MLA എന്ന നിലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ്സ് എന്ന് പറഞ്ഞ മെനസ്, ആ മെനസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. ഇത് നമ്മുടെ വീട്ടിന്റെ പടിക്കൽ വന്ന് നിൽക്കുകയാണ്. പടിക്കൽ എന്നല്ല, വീട്ടിനകത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അവൻ ഈ കൊലപാതകം നടത്തുന്നതിന്റെ 1.5 മാസം മുമ്പ് വരെ ഇതിന്റെ അടിമയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല, ആ ദിവസം വരെ അവൻ അടിമയായിരുന്നു. ഇത് ചെയ്യുമ്പോഴും ഈ ഒരു മരുന്നിന്റെ ബലത്തിലാണ് അവൻ ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ മണ്ഡലത്തിലൊരു കുട്ടി, LKG പഠിക്കുന്ന കുട്ടി, ഒരു ദിവസം സ്കൂളിൽ പോയി ഒരു മുട്ടായി എടുത്ത് കഴിച്ചു. തലേ ദിവസം 10ാം ക്ലാസ്സുകാർ വന്ന സ്കൂളിലെ ക്ലാസ് റൂമിൽ നിർത്താണ് മുട്ടായി കഴിച്ചതും കുട്ടി ഉറക്കം തുടങ്ങി. 6-7 മണിക്കൂറാണ് ആ കുട്ടി ഉറങ്ങിയത്. 12 ദിവസം ICUവിൽ കിടന്നു. പോലീസ് അതിന് വേറെ ഉത്തരവൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ വിശ്വാസ്യതയില്ല, യാഥാർത്ഥ്യത. ഇന്നും ഹൈ ബ്ലഡ് പ്രഷറിന്റെ അടിമയായ കുട്ടി മാറിയിരിക്കും. എന്താണെങ്കിലും കാരണം എന്താണെങ്കിലും ശരി, ആ മുട്ടായി ഇതുവരെ അതിന്റെ പാക്കറ്റ് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ കണ്ടെത്തിയത് കളഞ്ഞു പോയെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വലിയൊരു അപകടം ഇന്ന് കാത്തു നിൽക്കുന്നു. അതിനെതിരെ പടപൊരുതുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ വിവിധ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ സ്ഥാപനങ്ങൾ കൊണ്ട് ഇതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്ന, വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ പോലും കുട്ടികളെ കാണിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഞാൻ കണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടല്ലോ എന്നായിപ്പോയി. പോകുന്നതിന് മുമ്പ് ആരും പറഞ്ഞു മോശം പടമാണ്, ഒത്തിരി വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും വയലൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഗ്യാസ് കുറ്റി വെച്ച് വരെ കൊലപാതകം നടത്തുന്ന രീതിയിൽ ഉള്ള സിനിമകൾ ഇറക്കുമ്പോൾ അത് നാടിനെ, സൈക്കിയെ ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മതപരമായ ധ്രുവീകരണം കൊണ്ടുവരുന്ന സിനിമകളോ അല്ലെങ്കിൽ ഇവിടെ ഇതേപോലത്തുള്ള വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളോ ഡ്രഗ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളോ നമ്മുടെ നാടിന് ഗുണം ചെയ്യത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചും കാര്യം നടത്തണം, പൈസ ഉണ്ടാക്കണം എന്ന നിലപാടിലേക്ക് ആരും വരാൻ പാടില്ല. അത് സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അത് ഏത് മേഖലയാണെങ്കിലും. ഇത് ചെകുത്താനെ എന്താ പറയുക, അതാണ് എൻ്റെ മാർഗം, എൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് അധോഗതിയിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ നമുക്ക് അങ്ങനെ സംരക്ഷിക്കാം, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് അരങ്ങേറ്റം നടത്തുന്ന ഒത്തിരി കുട്ടികളുണ്ട്. നിങ്ങളോടൊപ്പം കുറച്ച് നേരങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ 2 പരിപാടികൾ കയറി വന്നു. അത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പരിപാടിയാണ്. രണ്ടാമത്തെ ഗവർണർമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം 2 ഗവർണർമാരും ഉള്ള ഒരു പരിപാടിയും എനിക്ക് താമസിച്ച് ചെല്ലാൻ പറ്റത്തില്ല. എൻ്റെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിങ്ങൾ നാളത്തെ എന്താ പറയുക, ഇതിൽ മികച്ച മികവ് പുലർത്തുന്ന നേതാക്കളായി ഏത് മേഖലയാണെങ്കിലും ശരി, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും വയലിൻ ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ശരി വളർന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ലഹരി കായികവും കലയും ഒക്കെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.